പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കുഗ്രാമങ്ങളിൽ പോയി അവിടുത്തെ പട്ടിണി പാവങ്ങളെ കൊള്ളയടിക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല. അവിടെ നിന്ന് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനല്ല, അവരൊന്ന് ഭീഷണിപ്പെടുത്താനാ. എന്തിന്? അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. തെരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ, പണം മാത്രമല്ല ആവശ്യം, ജനപിന്തുണയും ആവശ്യമാണ്. ഗംഗ ഒന്ന് വിരലനക്കിയാൽ അവര് നമ്മുടെ പുറകിൽ അണിനിരക്കണം. അപ്പൊ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു? കൊള്ളാൻ തീരുമാനിച്ചു കഴിഞ്ഞെന്നോ? ഞാനായിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഭരണപക്ഷമോ എതിർപക്ഷമോ? രണ്ട് പക്ഷവും സീറ്റ് തരാൻ സമ്മതിച്ചിട്ടുണ്ട്. ആർക്കാണ് ജനപിന്തുണ എന്ന് അറിയട്ടെ, അവിടെ നിൽക്കാം. അതെ, ചെലവിലുള്ള പണം പതിവ് പോലെ ഞങ്ങൾ തരും. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന ടെലസ്കോപ്പിക് സൈറ്റുള്ള തോക്ക്, കൈബോംബ് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരാമെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഈ ഉർവശി മേനകമാർക്ക് വേണ്ടി ഞങ്ങളിവിടെ വരുന്ന കാര്യം ഗംഗ അറിയരുത്. എനിക്കറിയില്ലേ അവന് ജീവിതം ആസ്വദിക്കാൻ അറിയില്ലെന്ന്. എന്നാലും അവൻ നിങ്ങൾക്കൊരു നേതാവാണ്. നിങ്ങൾക്ക് നീ അറിയാം? നിന്നെ അറിയുമോന്നോ? എടാ ദ്രോഹി, നീയാണോടാ എനിക്ക് പിച്ച തരുന്നത്? ഞാൻ എങ്ങനെയാ പിച്ചക്കാരിയായെന്ന് നിനക്കറിയാമോ? നീ കാരണമാടാ. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിനക്ക് മനസ്സിലായില്ല അല്ലേ? എന്റെ ഭർത്താവിനെ നീ കൊന്നു, എന്റെ മകനെ നീ കൊന്നു. നിന്റെ ചോരക്കൊതിയാണടാ എന്നെ ഇവിടെ എത്തിച്ചത്. ഇപ്പോഴെനിക്ക് പണം തരാൻ വന്നിരിക്കുന്നു. ഇതെന്റെ കുഞ്ഞിന്റെ ചോരയാടാ, ചോര. നീ എത്ര ദൈവത്തെ വിളിച്ചാലും പ്രയോജനമില്ല. ഇതിന്റെ ശിക്ഷ നീ അനുഭവിക്കും. നീ എവിടെ പോയി ഒളിച്ചാലും ദൈവം നിന്നെ വെറുതെ വിടില്ലടാ. എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും കൊന്നതുപോലെ നിന്നെ ആരെങ്കിലും വെട്ടി നുറുക്കി കൊല്ലുവേടാ. മേനോൻ സാർ നന്നായിട്ടാണ്. ടെലസ്കോപ്പിക് സൈറ്റ് ഉള്ളതാ. ഓടിങ്ങോട്ടും ഞങ്ങള് പാവങ്ങളാ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഇവര് തെരുക്കുത്താടികളാ. ആട്ടം ഇവിടെയും ആകാമല്ലോ. ആട് എല്ലാവരും മാറി നിൽക്കും. കൊള്ളാം,
നല്ല ഉണ്ട്. പാവം, അവൾ ഒറ്റയ്ക്കായി പോയി. നീ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. അനങ്ങിപ്പോകരുത്. നീ തന്നെ ഇവിടെ വന്നു. എന്നെ കാണാൻ. ഗംഗ നീ അറിയും? നിന്നെയും അറിയും. ഷേർഖാൻ മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് 3 വർഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നവൻ. कमिश्नर साहब, तो तुमने शेर खान को पहचान लिया? അറിയാം. ഓ, അപ്പൊ നിനക്ക് എല്ലാവരെയും അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. എന്തിന്? ആത്മഹത്യ ചെയ്യാനോ? അതിന് വല്ല ആറ്റിലൊക്കെ അതല്ലോ ചാടിയാ പോരെ? ഇങ്ങോട്ട് വരണം ഞങ്ങളെ മെനക്കെടുത്താൻ. മനുഷ്യരെ കൊള്ളുന്ന നിങ്ങൾക്കൊരു മെനക്കേടോ? നീ ഒരു വിളഞ്ഞ വിത്താണല്ലോ. അല്ല, മുറ്റിയ മരം തന്നെയാണ്. നമുക്ക് കണ്ടുകളയാം. भद्रन, कमिश्नर साहब को रास्ता दिखाओ. നിനക്ക് ഗംഗയെ കണ്ടു തന്നെയാണോ അല്ലേ? അതെ. നടക്ക. चलिए. അങ്ങോട്ട് പോയി സൗകര്യം പോലെ കണ്ടുകൊള്ളണം. ഞാൻ പോയി കുടിക്കാൻ വെള്ളം കൊണ്ടുവരാം. जाइए कमिश्नर साहब, खुदा हाफिज.
വെള്ളം കൊണ്ടുവന്നിട്ടില്ലേ? കൊടിയൻ അവൻ അല്പം കൊടുക്ക. എനിക്കും അല്പം വേണം കൈ കഴുകാൻ. ഇവനെ ഇയാൾ എവിടെ എന്തിനു കൊണ്ടുവന്നു? ഞാൻ സ്വയം വന്നതാണ് നിങ്ങളെ ഒന്ന് കാണാൻ. എന്നെ കാണാനോ? ആ. ഇത്തരം സ്ഥലത്ത് വന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനോട് തിരിച്ചുപോയ ചരിത്രമില്ലെന്നറിയാമല്ലോ. പോലീസിന്റെ കയ്യിൽ കിട്ടിയ നിങ്ങളെപ്പോലൊരു കുറ്റവാളിയെ പോലീസ് വിട്ടയച്ച ചരിത്രവുമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓ അപ്പൊ ചരിത്രം ചിലതൊക്കെ മാറണം അല്ലേ ഗംഗാധരൻ? അന്നെന്നെ വിട്ടയച്ചതിന്റെ അവകാശവാദമാണോ? അല്ല, അതെന്തിനായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇനിയും മരിച്ചിട്ടില്ലാത്തൊരു ഹൃദയം നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് തെറ്റുപറ്റി. എന്റെ ഹൃദയം എന്തോ മരവിച്ച് മരിച്ചു കഴിഞ്ഞു. പിടിച്ചു കെട്ടവനെ. നിങ്ങൾ എന്തിനെന്നെ പിടിച്ചു കെട്ടുന്നത്? നിങ്ങൾക്ക് എന്നെ ഭയമാണ്. ഭയമോ? ഞങ്ങൾക്കും ഇല്ലേ? ഇല്ല. എല്ലാവരും തോക്കുതാഴത്തും. അപ്പൊ ഭയമുണ്ട്, എനിക്കതില്ല. ഉണ്ടെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്ക് വരില്ലായിരുന്നല്ലോ. വേണ്ട, അയാളെ കെട്ടണ്ട. അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കട്ടെ. വരൂ.